ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞായറാഴ്ച ദിവസത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാലിതാ ചായക്കായിട്ട് വെച്ചു. ഒഴിവുള്ള ദിവസമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല, ടെൻഷനുകളൊന്നുമില്ലാതെ അങ്ങനെ ഒരു പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാവിലെയായിരുന്നു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഞായറാഴ്ച ദിവസം ഒഴിവുള്ള ദിവസമാണോ അതോ പതിവ് പോലെ തന്നെ തിരക്കുള്ള ദിവസമാണോ? എനിക്ക് ഏതായാലും ഇന്ന് ഒഴിവുള്ള ദിവസമാണെന്നുള്ള ഇതിലാണ് എൻ്റെ കാര്യങ്ങൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാല് തിളച്ചു, പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. മോൻ എണിച്ചിട്ടില്ല. മോന് ഒഴിവുള്ള ദിവസമായതുകൊണ്ട് തന്നെ പതുക്കെ അവനെ എണിക്കുകയുള്ളൂ. അവനെ വിളിച്ചെണുത്തണം. 10 മണിക്കാണ് അവൻ്റെ മദർസ. അപ്പോഴേക്കും അവന് എഴുന്നേൽക്കുകയുള്ളൂ. ഇതവിടെ പാല് നന്നായി തിളച്ചു. ഇനി നമുക്ക് ചായ കൂട്ടിയെടുക്കാം. ചായ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരു പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം, മറന്നു പോവരുത്. സിറ്റ് ഔട്ടിലേക്ക് ചായയും കൊണ്ടെത്തി. ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ചായ കുടിക്കുന്ന സ്ഥലം അത് സിറ്റ് ഔട്ട് തന്നെയാണ്. ഒഴിവ് ദിവസമായതുകൊണ്ട് തന്നെ നല്ല മടിയുമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ പുട്ടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് പറ്റിയില്ല. പെട്ടെന്നാണ് ഫോൺ വരുന്നത്. പണിക്കാരുണ്ട് പാടത്ത്. അപ്പോൾ പിന്നെ അവർക്കും കൂടിയുള്ള ചായ കൊടുക്കണമല്ലോ. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം പോയി നോക്കുമ്പോൾ 9:30 മണിയായി. 10:30ക്ക് ചായ കൊടുക്കണം. ആകെ പിന്നെ ടെൻഷനായി. അടുക്കളയിൽ കയറി പിന്നെ ഒരു യുദ്ധമായിരുന്നു നടന്നത്. 4 പണിക്കാരാണുള്ളത്. ഞാനിവിടെ 1 കിലോനോളം മൈദ എടുത്തിട്ടുണ്ട്. ഓട്ടട ഉണ്ടാക്കുക എന്നാണ് കരുതിയിരിക്കുന്നത്, മൈദ വെച്ചിട്ടുള്ള ഓട്ടട. അപ്പോൾ അതിനായിട്ട് 1 കിലോനോളം മൈദ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കോഴിമുട്ടയും അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറു ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മാവ് കലക്കിയെടുക്കാം. ഇങ്ങനെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കാം. പക്ഷേ അവർക്ക് എന്തോ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് അവർക്ക് തൃപ്തിയും. പിന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് പിന്നെയും കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും ഇത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. മാവ് ഇവിടെ ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് കലക്കിയെടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നിറയെ ഓട്ടകൾ വരുമ്പോൾ ഒരു 2-3 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളുടെ ഓട്ടട റെഡിയാവും. ഓട്ടട ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ അവർക്ക് ആവശ്യമായ ഓട്ടടയുടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കറി വെക്കുന്നത് നോക്കാം. മടിയൻ മല ചുമക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാലേ. ഞാനിവിടെ നേരത്തെ എഴുന്നേറ്റതാണ്. പക്ഷേ മടിയുള്ള കാരണം വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു. ഇപ്പോൾ അതൊക്കെ കൂടിയും ചെയ്യാനായി. ഇനി ഒരു അരമണിക്കൂർ സമയം കൂടിയുള്ളൂ ബാക്കി. അപ്പോഴേക്കും ചായ എടുക്കാൻ ആൾ വരും. അങ്ങനെ എല്ലാതും കൂടി ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയി ഇന്ന്. എത്ര പെട്ടെന്ന് എൻ്റെ മടി മാറിപ്പോയതെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ കറിക്കായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. ജീരകവും പട്ടയും ഏലക്കായും ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെജിറ്റബിൾ കറിയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നല്ലോണം ഇതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്, അതിപ്പോൾ ഇട്ട് കൊടുക്കേണ്ട. ഇപ്പോൾ ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് കുക്കർ അടച്ച് വേവിക്കാം.
2 വിസിൽ വന്നതും ഗ്യാസ് ഓഫാക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോവും. എന്നിട്ട് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങ, 2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം കൂടി ചേർത്ത് നല്ലപോലെ അരച്ച് അതൊഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കറിക്ക് പാകമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി, ഉപ്പ് കുറവായി തോന്നുകയാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മല്ലിയില കൂടിയും അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വിടാം. കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എത്രയൊക്കെ മടിയുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത് തീർത്തിരിക്കും. അങ്ങനെയാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മടി പിടിച്ചിട്ട് എനിക്ക് സ്വയം തോന്നണം, അല്ലാതെ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തോളണമെന്നില്ല. എനിക്ക് സ്വയമായിട്ട് അങ്ങ് തോന്നിയാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളാണ് ഞാൻ. നിങ്ങളൊക്കെ ഏത് തരക്കാരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇതാ ചായക്ക് വേണ്ടിയുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കട്ടൻ ചായയാണ് അവർക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് കട്ടൻ ഇടുന്നതും. ഇതാ ചായക്കുള്ള വെള്ളം വേഗം വെച്ചു. ഇതിലേക്ക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് തിളക്കേ വേണ്ടുള്ളൂ. ഫോൺ വിളി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചായ ആയോ എന്ന് ചോദിച്ചിട്ട്. ഇതപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുമുണ്ട്. ഇനി അതാ ഫ്ലാസ്കിലേക്കാണ് ചായ ഒഴിച്ചു കൊടുക്കുന്നത്. ചായക്കാക്കി ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. എല്ലാം പാക്ക് ചെയ്തെടുത്തു. ഇതാ ചായ കൊണ്ടുപോകാനുള്ള ആളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നല്ല സമാധാനപൂർവ്വമായിട്ട് തുടങ്ങിയൊരു രാവിലെ ആയിരുന്നു ഇന്ന്. പക്ഷെ അത് നല്ല തിരക്കോടുകൂടി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.